റാണി പത്മിനിയുടെയും ഭീഷ്മപർവ്വത്തിന്റെയും സഹരചയിതാവായിട്ടുള്ള രവിശങ്കറാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. കോൺസെപ്റ്റ് ലെവലിൽ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പെണ്ണും പൊറാട്ടും. രണ്ട് പാരലൽ നരേറ്റീവുകൾ ഒരേ സമയം സംഭവിക്കുന്ന ഒരു കെയോട്ടിക് കോമഡി സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ ഇങ്ങനെ പിന്തിരിപ്പന്മാരായിട്ടുള്ള പഴഞ്ചൻ ആളുകൾ മോഡേൺ ആയിട്ടുള്ള ചിന്തകളോട് പ്രതികരിക്കുന്നത് കാണിക്കുന്നത് തീമാറ്റിക്കലി പടത്തിന് ഒരു ഫൺ മൂഡ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ സീൻ തമ്മിൽ തല്ലുന്ന രണ്ടു കൂട്ടർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിച്ചിരിക്കേണ്ടി വരുന്ന മൊമെന്റാണ്. വിദ്വേഷം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മെറ്റഫോർ രീതിയിൽ രാജേഷ് മാധവൻ കാണിക്കുന്നുണ്ട്. ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ ഞാൻ ആദ്യം കണ്ടപ്പോൾ ചില എപ്പിസോഡുകളിൽ പടം തമാശയ്ക്ക് വേണ്ടി കുറച്ചധികം നേരം കടിച്ചു തൂങ്ങുന്നതായിട്ട് തോന്നിയിരുന്നു. ക്രാഫ്റ്റ് വൈസ് ഈ ഒരു ട്രീറ്റ്മെന്റ് ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും കുറേ നേരം ഇതിന്റെ ഒരു മാഡ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പടം പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മൂർച്ച ലേശം കുറഞ്ഞു പോയിരുന്നു. എന്നാൽ തിയേറ്റർ വേർഷനിലേക്ക് വരുമ്പോൾ ഡിസ്ട്രാക്ഷൻ ആകുന്ന കെയോസ് കുറയ്ക്കാൻ ഒരു പരിധിവരെ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സ്ലോ മോഷനും കൺവെൻഷണൽ അല്ലാത്ത മ്യൂസിക്കുമൊക്കെയുള്ള ഇതിലെ ഹ്യൂമർ പരിപാടികൾ ചില സ്ഥലത്തൊക്കെ ചിരിയേക്കാൾ കൂടുതൽ ബഹളമായിട്ടാണ് തോന്നുന്നത്. പിച്ച് വല്ലാതെ മാറുന്ന അത്തരം സ്ഥലങ്ങളിൽ അവർ പ്ലേസ് ചെയ്തിട്ടുള്ള സട്ടിലായിട്ടുള്ള തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ കണ്ടിട്ടുള്ള തരം ഹ്യൂമറാണ് പടത്തെ രക്ഷിക്കുന്നത്. കഥ പറച്ചിലിന്റെ ഒരു ടോൺ എക്സാജറേറ്റഡ് ആയതുകൊണ്ട് സിനിമാറ്റോഗ്രാഫി വൈഡ് ആയിട്ടുള്ള ലെൻസുകളും ഹയർ ഫ്രെയിം റേറ്റും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ലെയറുകളുള്ള ഇതിലെ സൗണ്ട് ഡിസൈനിനെ പലപ്പോഴും സീനിനെ നാവിഗേറ്റ് ചെയ്യുന്ന മെയിൻ എലമെന്റ് ആയിട്ട് വരെ അവർ ഉപയോഗിക്കുന്നുണ്ട്.